കഴിഞ്ഞ ആശാവർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുക. ഞാൻ ആ സമരത്തിന്റെ കൂടെയുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു തൊഴിലാളി നേതാവ് അതിന് വിരുദ്ധമായി അവർക്ക് വേദന ഉളവാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചപ്പോൾ പ്രൊഫസർ ജെ ദേവിക എനിക്കൊരു തുറന്ന കത്തെഴുതി. രൂക്ഷമായ ഭാഷയിലാണ് എനിക്ക് ആ കത്തെഴുതിയത്. എനിക്ക് വേണമെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാമായി. ഞാൻ അതല്ല ചെയ്തത്. ഞാൻ അവരെ വിളിച്ച് അങ്ങനെ ഒരു കത്തെഴുതി എന്നെ അവരെ അഭിനന്ദിച്ചു. എന്നെ തിരുത്തിയതിന്. ഞാനല്ല തെറ്റ് ചെയ്തത്, എന്റെ കൂടെയുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു ഞാനത് തിരുത്തും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്കാണ് ഉണ്ടായത്. അവര് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു തെറ്റാണ് എന്ന് നമുക്ക് തോന്നി. തിരുത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം നിരന്തരമായി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാനും രാജനും അല്ല, ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അദ്ദേഹം മന്ത്രിയും ഞാൻ പ്രതിപക്ഷ നേതാവും എന്ന നിലയിലല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആ റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗം ചുറ്റുപാടുകളും സ്തുതിപാതകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ്. ഞങ്ങളുടെ അല്ല, പുള്ളിയുടെ പുറകെ ചുറ്റുമുണ്ട്, എൻ്റെ ചുറ്റുമുണ്ട്. അത് മാത്രം കേട്ട് നടക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാവരുത്. കേരളത്തിലെ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ രൂക്ഷമായ ഭാഷയിൽ ഞങ്ങളുടെ തെറ്റുകളെ വെറുതെ മെക്കിട്ട് കയറരുത്. ഞങ്ങളെ രൂക്ഷമായ ഭാഷയിൽ ഞങ്ങൾ വിമർശിക്കണം. ജനങ്ങൾ ശ്രദ്ധിക്കണം ആ വിമർശനം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്.